KL സ്പോർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നിലവിലെ ഇന്ത്യൻ ക്രിക്കറ്റ് കോച്ച് രാഹുൽ ദ്രാവിഡിന്റെ കാലാവധി ഈ ജൂൺ മാസത്തോടുകൂടി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ പുതിയ പരിശീലകനെ നിയമിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത BCCI ജനറൽ സെക്രട്ടറി ജയ്ഷയാണ് പുറത്തുവിട്ടത്. ഇതിനു പിന്നാലെ ഇന്ത്യയുടെ അടുത്ത പരിശീലകനായി ആര് വേണമെന്ന ചർച്ചയും സമൂഹ മാധ്യമങ്ങളിൽ ചൂടുപിടിച്ചിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ പല താരങ്ങളുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും BCCI അടുത്ത പരിശീലകരായി ചില താരങ്ങളെ നോട്ടമിട്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നിലവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ വജ്രായുധമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ മുൻ ഓപ്പണർ ഗൗതം ഗംഭീർ, ഗുജറാത്ത് ടൈറ്റൻസിന്റെ പരിശീലകൻ ആശിഷ് നെഹ്റ എന്നിവരെയാണ് BCCI പരിഗണിക്കുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. രണ്ടുപേരും ഇന്ത്യൻ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ്. നിലവിൽ IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മുന്നേറ്റത്തിന് പിന്നിലെ ബ്രെയിൻ എന്ന് പറയുന്നത് ഗൗതം ഗംഭീർ തന്നെയാണ്. അതിനാൽ ഗംഭീറിന്റെ കീഴിൽ ടീം ഇന്ത്യക്ക് മുന്നേറാൻ കഴിയുമെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡും ഒരുപറ്റം ആരാധകരും വിശ്വസിക്കുന്നു. ഈ സീസണിൽ ഗുജറാത്ത് അല്പം നിറമങ്ങിയെങ്കിലും കഴിഞ്ഞ 2 സീസണുകളിലും ഗുജറാത്തിന്റെ മുന്നേറ്റത്തിന് കരുത്തു പകർന്നത് ആശിഷ് നെഹ്റയാണ്. ആദ്യ സീസണിൽ ഗുജറാത്തിനെ ജേതാക്കളാക്കിയതിലും 2ാം സീസണിൽ റണ്ണേഴ്സ് അപ്പ് ആക്കിയതിലും നെഹ്റയുടെ പങ്ക് വളരെ വലുതു തന്നെയാണ്. നിലവിൽ ഈ 2 താരങ്ങളുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ഇവരോട് അത്ര താല്പര്യമില്ലാത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിട്ടുണ്ട്. കോച്ച് എന്ന നിലയിൽ ഗൗതം ഗംഭീറിന് എല്ലാ കളിക്കാരെയും ഏകോപിപ്പിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമോ എന്ന ആശങ്കയാണ് പലരും മുന്നോട്ട് വെക്കുന്നത്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഗൗതം ഗംഭീറിന്റെ ചൂടൻ സ്വഭാവവും മനോഭാവവും തന്നെയാണ്. നെഹ്റ മികച്ച ഇന്ത്യൻ താരമാണെങ്കിലും അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിന്റെ കോച്ച് എന്ന നിലയിൽ ശോഭിക്കാൻ കഴിയില്ല എന്നും ഒരുപറ്റം ആരാധകർ വിലയിരുത്തുന്നു. ടീം ഇന്ത്യയുടെ കോച്ച് എന്ന നിലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന താരം ആരാണെന്ന് കമന്റ് ചെയ്യുക. കായിക ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ KL സ്പോർട്സ് എന്ന നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.